എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് രാത്രി ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഒരു പ്രാർത്ഥന വിഷയവും ദുഃഖിപ്പിക്കുന്ന വാർത്തയുമായിട്ടാണ്. നമുക്കറിയാം, വർഷങ്ങളായി ആത്മതലങ്ങളിൽ നിറഞ്ഞിരുന്നൊരു ഗാനമാണ് കണ്ണീര് വീണാൽ ഒപ്പിയെടുത്ത് എന്ന ഗാനം. ഒത്തിരി ആത്മതലങ്ങളിൽ പാടുകയും ആശ്വാസം പകർന്ന ഗാനമാണ് ഈ പാട്ട്. എന്നാൽ ഈ ഗാനം ചെയ്തിരിക്കുന്നത് നമുക്കറിയാം സാൽവേഷൻ ആർമിയിലെ സാജൻ ജോൺ എന്ന് പറയുന്ന കത്തുദാസനാണ്. നമുക്കറിയുന്ന പോലെ തന്നെ കത്തുദാസൻ പിന്നെ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഹോസ്പിറ്റലിൽ അത്യാസന്നതയില്ല ഇരിക്കുന്നു. നിങ്ങൾ ആ പ്രിയ കത്തുദാസനോട് പ്രാർത്ഥിക്കുക. അതുപോലെ ആ ദാസൻ മടങ്ങി വന്ന് വീണ്ടും ഒരു സാക്ഷിയായി നിൽക്കുവാനും അനേകം ഗാനങ്ങൾ എഴുതി ആത്മതലങ്ങളിൽ ഉത്തേജനം പകരുന്നതിലേക്ക് വേണ്ടിയിട്ടും വിശ്വാസത്തിൽക്കിന് വേണ്ടിയിട്ടും ആ കത്തുദാസനോട് പ്രാർത്ഥിക്കുക. താൻ കണ്ണീർ വീണാലും എന്ന ഗാനം തന്നെ തൻ്റെ മകളുമായി ബന്ധപ്പെട്ട സാക്ഷ്യമാണ് ആ പാട്ടിൻ്റെ വരികൾ. നമുക്കറിയാം, എനിക്ക് തോന്നുന്ന പാട്ട് ഇറങ്ങി കുറച്ചു നാൾ കഴിഞ്ഞതിന് ശേഷമാണ് തൻ്റെ പപ്പയും അമ്മയും അവിടെ നമ്മുടെ നെടുങ്ങുമ്പങ്ങാട് പോകുന്ന റൂട്ടിൽ വാഹന അപകടത്തിൽ മരിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം ദുഃഖങ്ങളൊക്കെ തരണം ചെയ്താണ് താൻ ആത്മതലങ്ങളിൽ പിന്നെ മുമ്പോട്ട് പോയത്. എന്നാൽ തനിക്ക് ഇപ്പോൾ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്, താൻ അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലായിരിക്കുന്നുണ്ട്. നമുക്ക് ഏത് വിഷയത്തിന് മേലും പ്രാർത്ഥിക്കുമെങ്കിൽ ദേവദാസന്മാരും സഭാവ്യത്യാസം ഡിനോമിനേഷനോ ചർച്ചോ ഇല്ല ഇന്ന ചർച്ചാണ്, ഞാൻ ഇന്ന ചർച്ചാണ് എന്നുള്ള ആ ചിന്തയൊക്കെ മാറ്റി വെച്ചിട്ട് ഇസ്രായേൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചതുപോലെ നാം ഒരുമിച്ച് സഭാ വ്യത്യാസമെന്നെ നാളത്തെ സഭാരാധനയിലും അതുപോലെ തന്നെ നമ്മുടെ രഹസ്യ പ്രാർത്ഥനകളിലും കുടുംബ പ്രാർത്ഥനകളിലും ഒക്കെ ആ പ്രിയ കത്തുദാസനെ ഓർത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമെങ്കിൽ സഭയ്ക്കത്തോടുകൂടെ മടങ്ങി വരും. ചെയ്യേണ്ടത് ഐക്യതയോടുകൂടെ പ്രാർത്ഥനയാണ്. താൻ ഇന്ന സഭയാണ്, ഇന്ന സഭയിൽ അംഗമാണ്, ഞാൻ ഇന്ന സഭയാണ് എന്നുള്ള ചിന്ത മാറ്റി വെച്ചിട്ട് ഒരു മനസ്സോട് ഏകാഗ്രതമായി പ്രാർത്ഥിക്കുമെങ്കിൽ നമുക്ക് കത്തുദാസനെ കൊണ്ടുവരാൻ സാധിക്കും. സൗഖ്യത്തോടുകൂടി മടക്കി വരുത്താൻ സാധിക്കും. ദൈവത്തിന് നമുക്കറിയാവുന്ന ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. യേശുവിന് സ്ഥലത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരാണ്. ചിലപ്പോൾ ഇനി അനേക ഗാനങ്ങൾ തൻ്റെ കൈത്തുമ്പിൽ നിന്ന് പുറത്തു വരാനും നാവിൽ കൂടെ കേൾക്കുവാനൊക്കെയും ഉണ്ടായിരിക്കാം. അതുകൊണ്ട് ദൈവം പിന്നെ ദാസനെ കൊണ്ടുവരണം. ചിലപ്പോൾ ഇതിൻ്റെ സാക്ഷ്യമായി വീണ്ടും ചില ഗാനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കാം ദൈവം ഒരു പരിശ്രമം ചെയ്തിരിക്കുന്നത്. ആദ്യ ഗാനം അങ്ങനെ തന്നെയാണല്ലോ ഞാൻ സൂചിപ്പിച്ചതുപോലെ വന്നത്. എന്തായാലും നിങ്ങൾ എൻ്റെ ഈ വാക്ക് കേട്ട് പ്രാർത്ഥിക്കുക. ശക്തിയോടുകൂടെ ആ പ്രിയ മകൻ പുറത്തു വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുന്നു. ദൈവം പൂർണ്ണമായി സൗഖ്യം കൊടുക്കട്ടെ. ഇനിയും അനേക ഗാനങ്ങൾ ആത്മീയഗോളങ്ങളിലും എല്ലാ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന ഗാനം തൻ്റെ ഭാഗത്തുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വാക്യം വിരമിക്കുന്നു. എന്തായാലും രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കുക. സഭാരാധനയിലും എല്ലാവരും ആ ദൈവദാസനോട് പ്രാർത്ഥിക്കുക.